നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ ആന്റി, ആ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. പറയുന്നതൊന്നും തമ്മില് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല മോളെ. അതെ ആന്റി, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. ഋതിക മാഡം, എന്താ നമ്മളിപ്പോ ചെയ്യാ? സർജറി നടത്തിയിട്ടും കാര്യമില്ലെന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് അവര് പറഞ്ഞ പോലെ നമുക്കൊരു ചാൻസ് എടുക്കുന്നില്ലേ നല്ലത്? അറിയില്ല രാജു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ദിവ്യയും കുഞ്ഞിനെയും രണ്ടാളെയും ആപത്തൊന്നും ഇല്ലാതെ കിട്ടണമെന്ന എന്റെ പ്രാർത്ഥന. നിങ്ങളിങ്ങനെ ആലോചിച്ച് പരസ്പരം സംസാരിച്ച് സമയം കളയരുത്. വേഗം ഒരു തീരുമാനം പറയൂ. അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ വേഗം ഒരു തീരുമാനം പറയും. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇതിപ്പോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സമയം കുറെ ആയി കേട്ടോ. എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. സിസ്റ്റർ, ഇത് രണ്ട് ജീവൻ സംബന്ധിച്ചുള്ള കാര്യ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കാനുള്ള സമയം എന്താ? അങ്ങനെ ആലോചിച്ച് സമയം കളയാനില്ലെന്നാ ഞങ്ങൾ പറഞ്ഞത്. രാജു, ഞാൻ പത്മാവതി ആന്റി ഒന്ന് വിളിച്ചു നോക്കാം. ആന്റി ഒരു ഐഡിയ പറഞ്ഞു തരാതിരിക്കില്ല. ഹലോ ഹലോ ആന്റി, ഞാൻ അറിയിക്ക. മോളെ പറയ്, എന്താ വിളിച്ചേ? ആന്റി, ആന്റിയുടെ ഒരു സഹായം വേണം. എന്താ മോളെ? മോൾ ഡോക്ടർ കയ്യിൽ ഫോൺ കൊടുത്തേ. ഡോക്ടർ, ആരാ? ഡോക്ടർ ഒന്ന് സംസാരിക്കേ. ഹലോ ഹലോ ഡോക്ടർ. ഹലോ ആന്റി, ആ ഡോക്ടറുടെ സംസാരം കേട്ടിട്ട് എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. പറയുന്നതൊന്നും തമ്മില് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല മോളെ. അതെ ആന്റി, എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. മോളെ, കൂടുതലൊന്നും നീ ആലോചിക്കണ്ട. ദിവ്യ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോ. താമസിക്കരുത്. കഴിയുന്ന അത്രയും വേഗം അവിടുന്ന് മാറ്റിക്കോ. ശരി ആന്റി, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. രാജു, വേഗം നമുക്ക് ദിവ്യ അടുത്ത ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ദിവ്യയുടെ ജീവനും കുഞ്ഞിന്റെ ജീവനും ഒരുപോലെ ആപത്താണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാ, നിങ്ങളുടെ സ്വന്തം റിസ്കിൽ. ദിവ്യയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളായിരിക്കും അതിന് ഉത്തരവാദികൾ. രാജു, അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അത് ഇവിടുന്ന് 20 കിലോമീറ്ററിന് മേലുണ്ട് മാഡം. നിങ്ങൾ ആശുപത്രിയിൽ എത്താൻ കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും എടുക്കും. ഈ സിറ്റിയിലെ ബ്ലോക്ക് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഈ സ്റ്റേറ്റിലെ എല്ലാ റോഡുകളും ഒരൊറ്റ ഫോൺ കോളിൽ തിരക്കുകളില്ലാതാക്കാൻ കഴിവുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരായ 1-2 യുവാക്കൾ വിചാരിച്ചാൽ പോലും മതിയാവും. മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ ഏക മകളാ ഋതിക മാഡം. ഹലോ, ആരാ? അച്ഛാ, ഞാൻ ഋതികയാ. ദിവ്യ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാനുള്ള സജ്ജീകരണം നിങ്ങൾ ഇപ്പോഴുള്ള ആശുപത്രിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും.
അമ്മേ, അവര് നമ്മൾ ചിന്തിച്ചെടുത്ത് നിന്നില്ല അമ്മേ. ദിവ്യയും കൊണ്ട് രാജു ഋതിക വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. നമ്മുടെ പ്ലാനൊക്കെ വെറുതെ ആയി. ആ കുഞ്ഞ് ജനിക്കും. എന്നെ കൊണ്ട് അമ്മ അവനവളെ കെട്ടിക്കും. നീ ഇങ്ങനെ പേടിക്കാതെടാ. ഹ, പേടിയല്ല അമ്മേ, പേടിയേക്കാളും വലിയ മൈൻഡ് ഇഷ്യൂ ഇല്ല ഞാൻ. എന്റെ തല പെരുക്കുവാ. നീ ഒന്ന് സമാധാനപ്പെട്. നിന്റെ അമ്മ അങ്ങനെ ആ കുഞ്ഞ് ഈ ഭൂമിയിലെ വെളിച്ചം കാണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. അമ്മേ, അപ്പൊ അമ്മയ്ക്ക് വേറൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നല്ലേ? പറ അമ്മേ, അമ്മയ്ക്ക് വേറെ പ്ലാൻ ഇല്ലേ? ഉണ്ട് മോനെ. ആ കുഞ്ഞിനെ പരുന്തിനെ പോലെ റാഞ്ചി എടുക്കാൻ കഴുകൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. ഹലോ അംബിക മാഡം. ഹലോ ജയ്സ, എല്ലാം ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. വേണ്ട മാഡം, എല്ലാം ഈ ജെയ്സൺ ഏറ്റു. അയ്യോ ദിവ്യ പേടിക്കണ്ട. മേഡം ഹോസ്പിറ്റലല്ലേ, പേടിക്കാനൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കെ. ഋതിക മേഡം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ കുഞ്ഞിന്. ദിവ്യ, കുഞ്ഞിനും ദിവ്യക്ക് ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കെ. പേടിക്കണ്ട. ഒന്നുമില്ല, ഒന്നുമില്ല. ഡോക്ടർ, എങ്ങനെയെങ്കിലും അമ്മയും കുഞ്ഞിനെ രക്ഷിക്കണം. നിങ്ങൾ ഇങ്ങനെ പേടിച്ചാലോ? ധൈര്യമായിട്ടിരിക്കെ. ദൈവമേ, ദിവ്യക്കും കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടാവരുതേ. ഋതിക മേഡം ധൈര്യമായിട്ടിരിക്കെ. ദിവ്യ പ്രസവിച്ചു. ആൺകുട്ടിയാ. അമ്മയും കുഞ്ഞും ഹെൽത്തിയാണ്. നിങ്ങൾ പേടിച്ചതുപോലെ ഒന്നുമില്ല. ദൈവമേ. ഋതിക മേഡം, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കുഞ്ഞിനെ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.